അയ്യോ ജാഥ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാം. നീ നടക്കാനോട്ട് ഇരിക്കാൻ ഒരു നല്ല കസേരയില്ലല്ലോ. നമ്മുടെ രാമു നമ്മുടെ രാമു 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 നീ ഇപ്പോ ഒരു വലിയ മനുഷ്യനാണ്. എന്നാലും മണ്ണിനോടുള്ള ബന്ധം മറന്നു മോനെ. കാപ്പ് കുടിക്കാൻ നിങ്ങൾ എല്ലാവരും വരണം. എല്ലാവരും കാപ്പ് കുടിക്കാൻ വരണം. വരണം. ഇത് ചായക്കടയോ ചായക്കടയോ? അപ്പൊ പിന്നെ തകമ്മേ ഞാൻ പോയി പശുവിനെ കണ്ടിട്ട് പിന്നെ വരാം. നിൽക്കൂടെ നീ ഇത്രയും നാൾ കറന്നതെല്ലാം മതി. നിന്റെ ഒരു കറപ്പ്. എന്റെ പൊന്നേമാന് ഞാൻ നിരവധിയാണ്. ഇവിടെ ഒരിക്കലും വേലയുള്ളൂ. ചാരായക്കടയിൽ ചായ വിൽക്കല്ലേ, ചായക്കടയിൽ ചാരായം വിൽക്കല്ലേ എന്ന് പലതവണ ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ഒരിക്കലും വേലയുള്ളൂ. നമ്മൾ പശുവിനെ കണ്ടിട്ട് ഇവനത് കണ്ടോ? എന്തോ പിടിക്കോ? ഇതെങ്ങനെ വന്ന്? ഇത് ആകാശം ഒന്നടാ. എടീ ഇവിടെ ചാരായക്കത്ര മാത്രമേ ഉള്ളൂ അതോ? അത് പിന്നെ ചോദിക്കണം. അവിടെ കണ്ടാൽ അറിഞ്ഞൂടെ? എടീ നിന്നോടാ ചോദിച്ചത്. അത് മാത്രമുള്ള അയച്ചോ നടക്കണോ? പശു കയറ് പൊട്ടിച്ചാണ് ഞാനതിനെ കെട്ടിട്ട് പിന്നെ നടക്കണോ? അപ്പൊ പിന്നെ ഞാൻ പോയി പശുവിനെ കെട്ടിയിട്ടും പിന്നെ വരാം. അച്ഛമ്മോളുടെ തലയൊക്കെ ചീക്കി ഭംഗിയായിട്ട് കെട്ടിത്തരാം കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാളെ പരീക്ഷയല്ലേ? ഇങ്ങോട്ട് തരും, ഞാൻ ഒരുക്കാം. ഞാൻ ഒരുക്കിക്കോളാം. വേണ്ട, അച്ഛൻ അറിഞ്ഞൂടെ, ചേച്ചി മതി. അയ്യോ അങ്ങനെ പറയില്ലേ മോളെ. അച്ഛന്റെ വിചാരം അച്ഛനെ എല്ലാം അറിയാമല്ലോ. മോക്ക് ഏത് ഉടുപ്പാ വേണ്ടത്? ചേച്ചിയോട് ചോദിച്ചാ മതി. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാമു, അവൾ ഞാൻ എന്റെ സഹോദരിയോടാണ് സംസാരിക്കുന്നത്. ചേട്ടാ ഞാൻ ഇവളെ ഒരുക്കുകയായിരുന്നു. അവൾ ഒരുക്കാൻ നീ അവളുടെ അമ്മയോ അതോ ആയോ? മേലാൽ ഇവിടെ വന്നു പോരുത്. രാമു എന്താ? ഞാൻ എന്നെ എന്നാ വന്നോട്ടെ. എന്താ കൂടെ താമസിപ്പിച്ചോളാം. നിനക്കിഷ്ടാണോടി? ഇവിടെ തമാശയല്ല വാസു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരത്തെ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ തമ്മിൽ അതറിഞ്ഞിട്ടുമില്ല.
ഒരു നല്ല കാര്യത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല, ഇനി നിൽക്കുകയില്ല.